ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഡെനക്സോഡിയുടെ പുതിയൊരു ബാസ് ബൂസ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും കുറച്ചൊരു ക്വാളിറ്റി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ബാസ് ബൂസ്റ്റർ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നോർമൽ നമ്മൾ കാണുന്നേക്കാളും കുറച്ചൊരു ഹൈ ക്വാളിറ്റി ഉള്ള രീതിക്കാണ് നമ്മൾ ഇതിന്റെ ഡിസൈന് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതൊരു സ്റ്റീരിയോ ബാസ് ബൂസ്റ്റർ ആണ്. നമുക്ക് ഏത് ടോൺ ബോർഡിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. മാർക്കറ്റിൽ പല ടോൺ ബോർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ബേസ് ആയിട്ടൊന്നും കിട്ടാതെ വരുന്ന സമയത്താണ് ഈ ബൂസ്റ്ററിന്റെ ആവശ്യം ശരിക്കും വരുന്നത്. അതല്ലാതെ നോർമൽ ഒരു USB എന്നൊക്കെ നമുക്കൊരു കണക്ഷൻ എടുക്കുന്ന സമയത്ത് അതിന് കുറച്ചൊരു ബൂസ്റ്റിംഗ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബൂസ്റ്റർ ആണ്. ഇതൊരു സ്റ്റീരിയോ ബൂസ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നത് സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്ത് സ്റ്റീരിയോ ഔട്ട് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ PCBയിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, ഡുവൽ ലെയർ PCB ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്രാക്കും അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കമ്പോണൻസ് ഒക്കെ SMD ഒക്കെ കൊടുത്ത് നല്ല ഡിഫറെന്റ് ആയിട്ട് ട്രാക്കിലും ഡിഫറെന്റ് സ്റ്റൈലിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പക്ക പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ട്രാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇറക്കിയ ബൂസ്റ്ററിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ട് അതിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല ഒരു ക്വാളിറ്റി കമ്പോണൻസുകളാണ് നമ്മൾ ഇതിലേക്ക് എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ കൊടുക്കേണ്ടത് 12/12 AC ഇൻപുട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അത് റെക്ടിഫയർ എല്ലാം ഈ ബോർഡിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണമെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് DC എടുത്തിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ടോൺ ബോർഡിലേക്ക് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. ആ രീതിയിലാണ് ഇത് ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തൊരു കൺട്രോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ടോൺ ബോർഡിൽ നിന്ന് വരുന്ന ഔട്ട് ഇതിലേക്ക് ഇന്ന് കൊടുത്ത് ഇതിന്റെ ഔട്ട് എടുത്തിട്ട് ആണ് പവർ ആമ്പിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കൺട്രോളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റ് ത്രൂ അതല്ലാതെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത് മേടിക്കാവുന്നതേ ഉള്ളൂ.